തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം ദൈവവചനവുമായി ബന്ധപ്പെട്ട വളരെ ആധികാരികമായ ഒരു കാര്യത്തെപ്പറ്റി പങ്കുവയ്ക്കാനാണ് പ്രത്യേകമായി ആഗ്രഹിക്കുന്നത്. നാം ദൈവവചനം ഉരുവിടുമ്പോൾ നമ്മുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കാതുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കാണ് ദൈവവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവാത്മാവ്, ആ ആത്മാവിൻ്റെ അംശമുള്ളവരാണ് നാം ഓരോരുത്തരും. കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ അധിവസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ സംസാരിക്കുവാൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഗ്രഹണശക്തി നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് കേട്ട കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള വരം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാനോ ദൈവവചനം ഗ്രഹിക്കുവാനോ അത് പകർന്നു കൊടുക്കുവാനോ സാധിക്കുകയില്ല. അപ്പോൾ നാവിലൂടെ നാം പറയുന്ന ദൈവവചന ശുശ്രൂഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. കാരണം ഞാനും നിങ്ങളുമെല്ലാം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അനേകം വ്യക്തികൾ അവരുടെ അധരങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അനുസരിച്ച് ഉപയോഗിച്ചതുകൊണ്ടാണ്. നമ്മൾ തന്നെയും അനേകം ആളുകളോട് ദൈവവചനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് വലിയൊരു ശുശ്രൂഷയാണ്. മാമോദീസായിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു കൽപ്പന ലോകമെങ്ങുമുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതാകണം? അനുദിന ജീവിതത്തിൽ നാം സംസാരിക്കുന്ന വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. വാക്കുകൾ കൊണ്ട് യുദ്ധങ്ങൾ വരെ ഉണ്ടായ ചരിത്രങ്ങൾ നമുക്കറിയാം. വീണുപോയ ഒരു വാക്ക് അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ വചനം നമ്മൾ സംസാരിക്കുന്ന രീതിയെപ്പറ്റി, നമ്മുടെ വാക്കുകളെപ്പറ്റി, നമ്മുടെ സംഭാഷണ രീതിയെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ നമ്മളത് കൂടുതൽ അറിയുന്നതും വളരെ ഉപകാരപ്രദമാണ്. കാരണം ഈശോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. നാം മറ്റൊരാളെ വിധിക്കുമ്പോൾ നമുക്കൊരിക്കലും ന്യായീകരണമില്ലെന്നും വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുക എന്നുള്ളതും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ പൗലോസ്ലീഹായിലൂടെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ വളരെ ആഴമായ വിശ്വാസ ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനമാണ്. ക്രിസ്തുവിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അനുവർത്തിക്കേണ്ട ചില ശീലങ്ങൾ, പ്രത്യേകിച്ച് സംസാരത്തിൽ നാം പാലിക്കേണ്ട ചില ശീലങ്ങളെ പറ്റിയാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. 2 തിമോത്തി 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുന്നതേയുള്ളൂ. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹത്തോടെ പരിശ്രമിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മൾ എത്തിപ്പെടുന്നത് നമ്മുടെ വാക്കുകൾ വഴിയാകുമെന്നും നമ്മുടെ വാക്കുകൾ, പ്രത്യേകിച്ച് അനുദിനമുള്ള നമ്മുടെ സംഭാഷണ ശകലങ്ങൾ, നമ്മൾ വ്യക്തികളോട് സംസാരിക്കുന്ന രീതികൾ, ഇത് വളരെ ദൈവീകമായി മാറണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലരും തർക്കിക്കുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക്, മൂന്നാമതൊരാൾ കേട്ടാൽ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അനേക സമയവും ഊർജവും ചെലവഴിക്കുന്ന രീതികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ
ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ നിങ്ങളെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വംശാവലികളെക്കുറിച്ചുള്ള, കുടുംബ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, എങ്ങുമെത്താത്ത ചർച്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ ഒരു നിസ്സാര വിഷയം നടന്നാൽ പോലും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്നതാണ്. പലപ്പോഴും നാം അത് ആസ്വദിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമുക്കൊരു പ്രത്യേക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. എങ്കിലും ഒരു പരിധിവരെ നാം ഇതൊക്കെ ആസ്വദിക്കുകയും ഇതൊക്കെ പിൻചൊല്ലുകയും ഒക്കെ ചെയ്യുന്നവരാണ്, അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുകയാണ്, അനാവശ്യമായ കാര്യങ്ങൾ, കേൾവിക്കാരിൽ തെറ്റിദ്ധാരണ പുലർത്തുവാൻ പര്യാപ്തമായ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത്. നമ്മുടെ കണ്ണോ കാതോ കാലോ ഒന്നും ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത് എന്ന് ഈശോ പലപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ കയ്യോ കണ്ണോ കാതോ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനെ ശരീരത്തിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ടാണ് ഈശോ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഉതപ്പുണ്ടാക്കുന്ന രീതിയിൽ, മറ്റൊരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുവാനോ, മറ്റൊരാൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുവാനോ പാടുള്ളതല്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. അപ്പോൾ നമുക്ക് ദൈവവചനം കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ദൈവം കൂടുതൽ സമയം നൽകിയിരിക്കുന്നത്. ദൈവവചനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് നമ്മുടെ ഊർജം നമ്മൾ കൂടുതലായി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനൊന്നും ഉപകരിക്കാത്ത എന്ന് മാത്രമല്ല, അതിനെ തകർക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന, സഭാ പ്രബോധനങ്ങളെ തകർക്കുന്ന രീതികളിലുള്ള ചർച്ചകൾക്ക് നാം കൂട്ടുനിൽക്കരുത് എന്ന് വചനം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ പറ്റിയുള്ളൊരു വിവേചന ബുദ്ധി നമുക്ക് ആവശ്യമാണ്. വാക്കുകൾ വളരെ പരിശുദ്ധമായി നാം ഉപയോഗിക്കേണ്ട കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത അനുഭവത്തെ പറ്റി വിവരിക്കുമ്പോൾ വിശുദ്ധ ലൂക്ക പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം, അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിന്നതായി അവർ കണ്ടു എന്നാണ്. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ. അപ്പോൾ എന്താണ് ഓരോ വ്യക്തിയുടെ മേൽ വന്നു നിന്നത്? ഒരു തീ നാവാണ്. നാവ് എന്തിനു വേണ്ടിയിട്ടാണ്? സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഈ വാക്കുകളുടെ ഒരു ശുശ്രൂഷയാണ്. വിശുദ്ധ കുർബാന നാം ചൊല്ലുമ്പോൾ വാക്കുകൾ കൊണ്ടാണ്. കർത്താവ് ഉച്ചരിച്ച അതേ വാക്കുകൾ ചൊല്ലിയാണ് പുരോഹിതൻ അപ്പവും വീഞ്ഞും ആശീർവദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരണം. അപ്പമെടുത്ത് വൈദികൻ വാക്കുകൾ ഉപയോഗിച്ച് വാഴ്ത്തുമ്പോൾ അപ്പം എന്തായി മാറുന്നു? ദിവ്യകാരുണ്യമായി മാറുന്നു, ദിവ്യഭോജനമായി മാറുന്നു. വീഞ്ഞെന്തായി മാറുന്നു? കർത്താവിൻ്റെ രക്തമായി മാറുന്നു. അപ്പോൾ ഇത് വാക്കുകളുടെ ശുശ്രൂഷയാണ്. വാക്കിനെ നമ്മൾ കാണേണ്ടത് വളരെ പരിശുദ്ധമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ സ്നേഹമസൃണവും കരുണാപരവുമായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടൊരു വ്യക്തി ജീവിതത്തെ നേടിയെടുക്കുവാനായിട്ടാണ് നമുക്ക് കഴിയേണ്ടത്. ഒരിക്കലും ഒരു ജീവിതവും നമ്മുടെ വാക്കുകൾക്ക് മുൻപിൽ വേദനിക്കുവാനോ തോറ്റുപോകുവാനോ ജീവിതം തന്നെ ഉപേക്ഷിക്കുവാനോ പാടില്ല. വളരെ ആനുകാലികമായ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നത് മുഴുവൻ വാക്കുകൾ കൊണ്ടുള്ള ചാഞ്ചാട്ടങ്ങൾ കൊണ്ടാണ്. പറഞ്ഞ വാക്കുകളിൽ വന്നുപോയ വ്യത്യാസങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിച്ചവർ, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തത് മൂലം ജീവിതം ഹോമിച്ചവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വിധി ദിവസത്തിൽ നാം കണക്ക് കൊടുക്കേണ്ടതായി വരുമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കുകൾക്കും വിധി ദിവസത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റൊരാളെ തളർത്തുന്നതല്ല, മറ്റൊരാളെ വളർത്തുന്ന വാക്കുകളായി മാറട്ടെ എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 8 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുകയാണ്, പാപിയുടെ പതനത്തിനു കാരണം അവൻ്റെ ചുണ്ടുകളാണ്. പാപി എങ്ങനെയാണ് വീണുപോയത്? പാപി വീണുപോകാൻ കാരണം, പാപിയുടെ പതനത്തിനു കാരണം അവൻ്റെ ചുണ്ടുകളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ പാപിയായി തീർന്നതിന് പിന്നിൽ അവൻ്റെ ബുദ്ധിക്കുറവ് കൊണ്ടല്ല.
ഒരു മനുഷ്യൻ പാപിയായി തീർന്നതിന് പിന്നിൽ അവൻ്റെ ആരോഗ്യത്തിൽ വന്ന കുറവ് കൊണ്ടല്ല, അവന് പൈതൃക സമ്പത്ത് കുറഞ്ഞു പോയതല്ല ഒരാൾ പാപിയാകാൻ കാരണം. വചനം പറയുകയാണ്, പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഉതിർന്നു വരുന്ന വാക്കുകൾ, അതാണ് ഈശോ പറഞ്ഞത്, ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഒരുവനെ അശുദ്ധനോ വിശുദ്ധനോ ആക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗഭാഗിത്വം ക്ഷണിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പങ്ക് വെളിപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ വാക്കുകളാണ് എന്ന് നാം പ്രത്യേകമായി തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നോർക്കുക, ഇന്നത്തെ ഒരു ദിവസം മാത്രം നിങ്ങൾ നോർക്കുക. ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങളുടെ വായിലൂടെ വന്നുപോയ എത്ര വാക്കുകൾ എത്ര പേരെ ഉയരുവാൻ കാരണമായിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ സംസാരിച്ച വാക്കുകൾ അത് സമാധാനപരമായിരുന്നോ അതോ ഒരു കലഹത്തിന് തിരികൊളുത്തുന്നതായിരുന്നോ? അപ്പോൾ പലപ്പോഴും വാക്കുകൾ കൊണ്ടുള്ള അസ്വസ്ഥതകളാണ് കുടുംബ ജീവിതങ്ങൾ തകരാൻ കാരണം. പലപ്പോഴും വിവാഹമോചനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? വന്നുപോയ ചില വാക്കുകളിൽ വന്ന വേദനയാണ്. വലിയ വാളുപോലെ ചില വാക്കുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിനെ സമാധാനിപ്പിക്കാൻ നാം വാങ്ങിച്ചു കൊടുക്കുന്ന വസ്തുക്കൾക്കോ നാം കൊടുക്കുന്ന ആഹാരത്തിനോ സാധിക്കുകയില്ല. കാരണം ഹൃദയത്തിൽ ആ വാക്കുകൾ കൊണ്ടൊരു മുറിവ് വന്നിരിക്കുന്നു. ആ മുറിവുണക്കാൻ ഒരു തൈലത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്: നമ്മുടെ വാക്കുകളെ നമ്മളേറെ വിശുദ്ധിയിൽ ഉപയോഗിക്കണം. ആരെയും തളർത്താൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ഏത് വ്യക്തി ജീവിതത്തെയും അടച്ചാക്ഷേപിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഒരാളുടെ ഉള്ളിലുള്ള നന്മ കണ്ടെത്തി അതിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവെക്കണമെങ്കിൽ അസാധാരണമായ ഒരു ആത്മീയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിന് സ്വന്തമായിട്ടുണ്ടാകണം. അസാധാരണമായ ഒരു ആത്മീയ വളർച്ച നിങ്ങളുടെ ജീവിതത്തിനുണ്ടാകണം. അതുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വാക്കുകളെ ചൊല്ലിയുള്ള കലഹങ്ങൾ, വംശാവലികളെ പറ്റിയുള്ള ചർച്ചകൾ, പാരമ്പര്യങ്ങൾ. നമുക്കറിയാം, എല്ലാ പാരമ്പര്യങ്ങളും എല്ലാ വംശാവലികളും കുടുംബ ചരിത്രങ്ങളും എത്തിച്ചേരുന്നത് ഏദൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹൗവയുടെയും പൈതൃകത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന കുടുംബമാണെന്നോ ഇന്ന കുടുംബത്തിൻ്റെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലുള്ളവരാണെന്നോ നമ്മൾ ഒരുപാട് അഹങ്കരിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തരുത് എന്ന് പൗലോസ് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിന് പിന്നിൽ ഒരു ദൈവീകമായ വസ്തുതയുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, സൗമ്യമായ മറുപടി കോപം ശമിപ്പിക്കുന്നു. സൗമ്യമായ മറുപടി കോപം ശമിപ്പിക്കുന്നു. നമുക്കറിയാം, പല ദുരന്തങ്ങളും പ്രത്യേകിച്ച് വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത് ഒരു വാക്കിൻ്റെ ബലത്തിലാണ്. ഒരു വാക്ക് കൈവിട്ടു പോയതുകൊണ്ട്, ഒരു വാക്ക് വരുത്തിയ അസ്വസ്ഥത അനേകം പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പരുഷമായ വാക്കുകൾ വലിയ ഭീകരത സൃഷ്ടിക്കുന്നു, സൗമ്യമായ വാക്കാകട്ടെ കോപം ശമിപ്പിക്കുന്നു. കോപിച്ചു വരുന്ന ഒരാളോട് സൗമ്യമായി നാം സംസാരിക്കുവാൻ മുതിർന്നാൽ തീർച്ചയായും ആ വലിയ ദേഷ്യം കുറഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള വലിയൊരു അനുഭവമാണ്. അതിനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം അത് വിശുദ്ധമായി തീരേണ്ടതാണ്, അത് ദൈവികമായി തീരേണ്ടതാണ്. ഞാൻ പറയുന്ന വാക്കുപോലും ദൈവവചനമായി മാറ്റപ്പെടേണ്ടതാണ്. കാരണം അത്രമാത്രം ശക്തിയുള്ളതാണ് നമ്മുടെ വാക്കുകൾ. ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കിനാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിനാൽ സ്വർഗം സൃഷ്ടിച്ച ദൈവം അതേ ശക്തിയുള്ള വാക്കുകളാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ജീവദായകങ്ങളായിരിക്കണം എന്ന് നാം പ്രത്യേകം ഓർക്കുക. മറ്റൊരാളെ മുറിപ്പെടുത്തുന്ന, മറ്റൊരാളെ കൊലപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കണം. ഈശോ നല്ലൊരു ഉദാഹരണം നൽകുന്നത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. നമുക്കറിയാവുന്ന സംഭവമാണ്. കർത്താവ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അവന് വിശക്കുകയും പ്രലോഭകൻ അവൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ വന്നത് പ്രലോഭകനാണ്. എങ്ങനെ പാപത്തിൽ വീഴിക്കാം, എങ്ങനെ പ്രലോഭിപ്പിച്ച് പാപത്തിൻ്റെ അടിമയാക്കാമെന്ന് ചിന്തിക്കുന്ന പിശാച് ആ പ്രലോഭനത്തിന് അടിമപ്പെടുവാൻ യേശുവിനെ ക്ഷണിക്കുകയാണ്. യേശുവിനോട് 3 വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. നമുക്കറിയാം, ദേവാലയത്തിൻ്റെ മുകളിൽ ചെന്നും കല്ലുകൾ കൊണ്ടിട്ടും അത് അപ്പമാകാൻ പറഞ്ഞും, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞും, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ നിൻ്റേതായി തീരുമെന്നുമുള്ളൊക്കെ പ്രലോഭനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പിശാച് യേശുവിനെ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്.
എന്നാൽ ഈശോ പറഞ്ഞ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ഓരോ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈശോ പറയുന്ന വാക്കുകൾ എന്താണ്? ഈശോ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വചനം ഉപയോഗിച്ചാണ് ഈശോ പ്രലോഭകനെ നേരിടുന്നത്. നമുക്ക് നമ്മുടെ വാക്കുകളുടെ മേഖലയിൽ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുവാനുള്ള വലിയൊരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. തെറ്റാണെന്നറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ തക്കവണ്ണമുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഉതിർന്നു വരാറുമുണ്ട്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്: നമ്മൾ വാക്കുകൾ വളരെ കൃത്യമായി ദൈവികമായി ഉപയോഗിക്കണമെന്നുള്ളത്. കാരണം വാക്ക് വചനമാണ്, വചനം ദൈവമാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ വാക്കുകളിൽ നിന്ന് പുറപ്പെട്ട് വരണമെന്ന് നാം പ്രത്യേകമായി ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏത് പ്രലോഭനങ്ങളെയും, പലപ്പോഴും നമ്മൾ ചില വാക്കുകൾ പറഞ്ഞു പോകുമ്പോൾ പറയാറുണ്ട്, അതിനുശേഷം പറയാറുണ്ട്, ഇന്ന സാഹചര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന്. ഏത് സാഹചര്യങ്ങളാണെങ്കിലും, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വചനമായി മാറണമെന്നും ആ വചനം കൊണ്ട് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും നാം പ്രത്യേകമായി ആഗ്രഹിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തി ധരിക്കുന്ന വചനമായി മാറട്ടെ. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളെ ഹൃദയപൂർവ്വം കേൾക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വാക്കായി നമ്മുടെ ഉള്ളിൽ, ഇതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. എന്താണ്? അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് നാം നടത്തുന്ന ഒന്നല്ല സുവിശേഷ പ്രഘോഷണം. മറിച്ച് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന വ്യക്തിക്ക് നേരെ ഞാൻ എൻ്റെ നാവെന്ന ആയുധം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എൻ്റെ നാവെന്ന ആയുധം ഉപയോഗിക്കുന്നത് എപ്രകാരമാണ്. അപ്പോൾ അതിലൂടെയുള്ള ഒരു ദൈവികമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അനാവശ്യമായ ചർച്ചകളിലും വംശാവലികളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള രീതികളിലും നിന്ന് നിങ്ങൾ അകലം പ്രാപിക്കുവിൻ. അപ്പോൾ വാക്കുകൾ വളരെ ദൈവികമായി നാം ഉപയോഗിക്കണമെന്നും വാക്കുകൾ കൊണ്ട് നാം വീണു പോകുവാനുള്ള സാധ്യതയുണ്ടെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 തിമോത്തി 2-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ: പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി പലരെയും അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. എന്താണ് പ്രിയപ്പെട്ടവരെ അത് സൂചിപ്പിക്കുന്നത്? പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ചിലരെ തപ്പി നടക്കുന്നുണ്ട് എന്നാണ്. തൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി ചില ദുർബലരായിട്ടുള്ള ആളുകളെ പിശാച് എപ്പോഴും നോക്കി നടക്കുകയാണ്. അത് ഞാനും നിങ്ങളും ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തിയെ വീഴ്ത്തുന്നത്? വാക്കുകളിലൂടെയാണ്. ഈശോയെ വീഴ്ത്താൻ പിശാച് നോക്കിയതും ഇതേ വാക്കുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് പിശാച് നമ്മെ അടിമപ്പെടുത്തുവാൻ ഒരിക്കലും പാടുള്ളതല്ല. തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി നമ്മിൽ ഒരാളെ എടുക്കുവാൻ, നമ്മിൽ ഒരാളെ പിടിച്ചെടുക്കുവാൻ പിശാചിന് ഒരിക്കലും കഴിയാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ ദൈവികമായി ചിന്തിക്കണം. കാരണം വചനത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആക്രമണത്തെ നേരിടുവാൻ സാധിക്കും. വചനത്തിൻ്റെ ഒരു കോട്ട എൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ, സങ്കീർത്തനം 91:10, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തിനുള്ളിൽ കടക്കുകയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ, ആ വചനത്തിൻ്റെ സംരക്ഷണത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഒരു പൈശാചിക ആക്രമണങ്ങളും നിൻ്റെ ജീവിതത്തിൽ നേരിടുകയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ബോധ്യത്തോടെ മനസ്സിലാക്കേണ്ടത്. വാക്കുകളിൽ തെറ്റുപറ്റാത്തവൻ ഭാഗ്യവാൻ, വാക്കുകളിൽ വീണു പോകാത്തവൻ ഭാഗ്യവാൻ. ജെറമ്യാ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിലകെട്ടവ നിങ്ങൾ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുവിൻ. അപ്പോൾ വിലകെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം പറയുവിൻ. നമ്മുടെ ആഹാരമേശകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രാർത്ഥനാ വേളകളുടെ ഇടവേളകളിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? 2 പേർ ഒരു മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കുന്നത് എന്താണ്? ഒരു ഓഫീസ് മുറിയുടെ 2 കസേരകളിലിരുന്ന് 2 പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളെ വിധിക്കുവാനോ മറ്റൊരാളുടെ തെറ്റുകൾ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനോ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് വാക്കുകളിൽ നമ്മൾ വീണു പോകുവാൻ പാടില്ല. കാരണം പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് വാക്കുകളെയാണ്. വാക്കുകളിൽ മനുഷ്യരെ കുരുക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ സ്വാന്തനത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു. വാക്കുകളിൽ നമ്മൾ ഒരാളെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ ജീവിതം അവസാനിപ്പിക്കുകയില്ലായിരുന്നു.
വാക്കുകളിൽ നമ്മൾ അല്പം സൂക്ഷ്മത വിചാരിച്ചിരുന്നെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട ഒരാൾ വാഹനമോടിച്ച് അപകടത്തിൽ പെടുകയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമായ വാക്കുകൾ, നമ്മൾ പറയുന്ന രീതികൾ, നമ്മുടെ സംഭാഷണ ശൈലികൾ, അതിൽ ദൈവീകത കടന്നു വരണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധികൾക്ക് മുൻപിലും ദൈവീകത കൈവിടാതിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. മനോഹരമായ ഒരു ഉദാഹരണം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ 6-7 അധ്യായങ്ങളിൽ വിശുദ്ധ സ്തേഫാനോസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് നാം കാണാറുണ്ട്. അപ്പോൾ ഈ സ്തേഫാനോസ് നമുക്കറിയാവുന്നതുപോലെ ശുശ്രൂഷകനായി ജീവിച്ച ആളാണ്. കർത്താവിൻ്റെ സഭയിൽ, ആദിമ സഭയിൽ ആദ്യത്തെ ഷമ്മാശന്മാരിൽ പ്രധാനിയായിരുന്നു സ്തേഫാനോസ്. പക്ഷേ അദ്ദേഹത്തെ കല്ലെറിയാനായിട്ട് കൊണ്ടുവരുമ്പോൾ, അദ്ദേഹത്തിന് നേരെ വലിയൊരു ആക്രമണം വരുമ്പോൾ, വലിയ മൂർച്ചയേറിയ കല്ലുകൾ തൻ്റെ നേരെ വരുന്നത് കാണുമ്പോൾ അദ്ദേഹം ഒട്ടും സംയമനം കൈവിടാതെ അദ്ദേഹം പറയുന്നത് രക്ഷാകര ചരിത്രമാണ്. അതായത് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട വഴികളെ പറ്റിയാണ് സ്തേഫാനോസ് സംസാരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ചരിത്രത്തിൽ ഇടപെട്ടത് എന്നതിനെ പറ്റിയാണ് സ്തേഫാനോസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്തേഫാനോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്വർഗം തുറന്നിരിക്കുന്നതും യേശു അവൻ്റെ വലതുവശത്തിരിക്കുന്നതും ഞാൻ കണ്ടു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും സ്തേഫാനോസ് കാണുകയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രകോപനപരമായ ഒരു സാഹചര്യമായിരുന്നു അത്. വേണമെങ്കിൽ പ്രകോപനപരമായ വാക്കുകൾ വീണുപോയാലും മറ്റുള്ളവർ അത് ന്യായീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ അവസരത്തിൽ പോലും സ്തേഫാനോസ് സംസാരിക്കുന്ന വാക്കുകൾ എന്താണ്? ദൈവത്തെ പറ്റിയുള്ള വാക്കുകളാണ്. ദൈവം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടപെടുന്നത്? ദൈവം എങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്? ദൈവം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്? ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും യേശു നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു. നമ്മുടെ സംഭാഷണങ്ങളിൽ സ്വർഗം തുറക്കപ്പെടണം. നമ്മുടെ സംഭാഷണ നേരങ്ങളിൽ യേശു വന്ന് നിൽക്കണം. അതിന് നമുക്ക് കഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.